ലിവിങ് വിത്ത് എ സ്റ്റോമ, മിത്സ്, ഫിയർ ആൻഡ് റിയാലിറ്റി. എല്ലാവർക്കും നോ യുവർ ബൗൾ ഹെൽത്ത് എന്ന ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ Q&A സെഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എൻ്റെ വീഡിയോയിൽ കൊമൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഹാർട്ട് ടു റിയാലിറ്റി ആയിട്ടുള്ള മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കുറച്ച് സ്റ്റോമ റിലേറ്റഡ് മിത്സും ഫിയേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. In this session, നമ്മളുടെ കൂടെ ഒരു അതിഥി കൂടിയുണ്ട്. I proudly invite Alfonso Joseph, a nurse in NHS. A warm welcome to you into this session. She's going to lead today's session, so I'm handing over to her. Thank you so much for having me here. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദീപയുടെ റോളിനെ കുറിച്ച് ഒന്ന് പറയാമോ? സ്റ്റോമ കെയറിൽ ദീപ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം എൻ്റെ ജോബ് റോൾ എന്താണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ കറൻ്റ്ലി കോളറക്ടൽ ആൻഡ് ബവൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അല്ലെ ഡൈവേർട്ടിക്രൈറ്റിസ് അല്ലെ അതുമായി ബന്ധപ്പെട്ട എന്ത് ബവൽ സംബന്ധമായ എന്ത് രോഗമുള്ള ആൾക്കാർക്കും ഇഫ് ദ നീഡ് സ്റ്റോമ, അപ്പം ആ സമയത്താണ് എൻ്റെ ഇൻവോൾവ്മെന്റ് വരുന്നത്. വി യൂഷ്വലി ഹാവ് എ പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിംഗ് വിത്ത് സ്റ്റോമ പേഷ്യൻസ്. അതുപോലെ തന്നെ സ്റ്റോമയുടെ സൈറ്റിംഗ് ചെയ്യുന്നു, എവിടെയാണ് സ്റ്റോമ വേണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ വി ആർ പ്രിപ്പയറിംഗ് ദ പേഷ്യൻസ് ഫോർ ദ സർജറി ആൻഡ് ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഓൾസോ വി സപ്പോർട്ട് ദ പേഷ്യൻസ് ഫോർ ദ റിക്കവറി. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ബീങ് എ സ്റ്റോമ നഴ്സ്, my most priority is to helping them to cope with the new lifestyle basically. ഇതൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ദിസ് ആക്ച്വലി ഇൻവോൾവ്സ് വിത്ത് ലോട്ട്സ് ഓഫ് ഇൻട്രാക്ഷൻസ് ആൻഡ് ട്രെയിനിങ് സെഷൻസ്. അതാണ് എൻ്റെ മെയിൻ ജോബ് റോള്. ആൻഡ് ഈവൻ വൺസ് ദേ ഗോട്ട് ഡിസ്ചാർജ്ഡ് വി ഡു ലോട്ട്സ് ഓഫ് ഫോളോ അപ്സ് ആൻഡ് ബേസിക്കലി വി സേ ദാറ്റ് വി വിൽ ബി ഓൾവേസ് ദർ ഫോർ ദം. അതാണ് ബേസിക് ജോബ് റോള്. ബട്ട് ഇൻ മൈ കറന്റ് ജോബ് റോൾ in NHS, I do a dual job role. So which means basically I deal with colorectal cancer patients and all other colorectal diseases, and also deal with stoma patients. So my more passion is towards the stoma patients. So that's what my job. സോ അപ്പോൾ സ്റ്റോമ എന്ന വാക്കിനെ ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാമോ? അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷനിൽ സ്റ്റോമ എന്ന ഒരു കാര്യത്തിന് ഇൻവോൾവ്മെന്റ് വരുമ്പോൾ പേഷ്യൻസിന്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പണിംഗ് എന്ന് മാത്രമാണ്. വിച്ച് മീൻസ് ഒരു സർജൻ ആർട്ടിഫിഷ്യലി ഒരു ഓപ്പണിംഗ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് സ്റ്റോമ എന്ന് പറയുന്നു. സ്റ്റോമ കുഡ് ബി എനിവെയർ നമുക്ക് ചെയ്യാം. ഇഫ് ട്രക്യോയിൽ ഒരു ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ട്രക്യോസ്റ്റമി എന്ന് പറയുന്നു. അതുപോലെ തന്നെ വയറിൻ്റെ ഏതെങ്കിലും, അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ളത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ സ്റ്റോമാസ്, ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഇത് കോളൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ കോളൻ ആണല്ലോ പറയുന്നത്. അപ്പോൾ കോളനിൽ ഒരു ഓപ്പണിംഗ് വരുമ്പോൾ അതിനെ കൊളോസ്റ്റമി എന്ന് പറയുന്നു. അങ്ങനെയാണ് സ്റ്റോമ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എൻ ഓപ്പണിംഗ്. അപ്പം അത് നോർമലി പല റീസൺ കൊണ്ട് പല സർജറിയുടെ പാർട്ടായിട്ട് നമ്മൾ സ്റ്റോമ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ബൗൾ സ്റ്റോമാസ് ഉണ്ടാകുന്നത്. അപ്പോൾ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പേഷ്യൻറ്റിന് ഫസ്റ്റ് അല്ലെ ആരെങ്കിലും സ്റ്റോമ എന്ന് പറയുന്ന വേർഡ് ഫസ്റ്റ് കേൾക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസ് എന്തായിരിക്കും എന്ന്. ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു പക്ഷേ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ് വുഡ് ബി റിയലി ഇമോഷണൽ ഫോർ മീ. ഇതിപ്പം ഒരു പേഷ്യനോട് നമ്മൾ പറയാണ് നിങ്ങൾക്ക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രോഗമാണ്, അപ്പോൾ അവർക്ക് ഫസ്റ്റ്ലി നിങ്ങളുടെ സർജറിയിൽ ഈ സ്റ്റോമ ഇൻവോൾവ് ചെയ്യും. ഇതായിരിക്കും ഈ സർജൻ പേഷ്യൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്താ വെച്ചാൽ ദേ വിൽ ബി ലൈക്ക്, സം ഓഫ് ദം ഇങ്ങനെ സ്റ്റക്കായിട്ട് സ്റ്റബോണായിട്ടിരിക്കും, മിണ്ടാണ്ട് ഒരു ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അവരിങ്ങനെ പറയും. മോസ്റ്റ് ഓഫ് ദം പറയുന്നത് എനിക്ക് സ്റ്റോമ വേണ്ട, ഐ വുഡ് ബി ഡൈ റാദർ ദാൻ ദ സ്റ്റോമ. അതാണ് ഞാൻ മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വേർഡ്. എനിക്ക് സ്റ്റോമ വേണ്ട, ബെറ്റർ ഐ വിൽ ഡൈ. അതായിരിക്കും പറയുന്നത്. പിന്നത്തെ ഒരു അവരുടെ റിയാക്ഷൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാൻ എൻ്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നു. ദേ മേ സ്റ്റാർട്ട് ക്രൈയിങ്, ദേ മേ സേ ദാറ്റ് ദ ഗ്രിഫ് വേർഡ്സ് ഒക്കെ പറയും. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, ഞാൻ നന്നായിട്ട് ജീവിച്ച ആളാണ്, അല്ലെങ്കിൽ ഐ വാസ് വെരി ഗുഡ് പേഴ്സൺ, ലൈക്ക് ഐ ഡിഡ്ന്റ് ഡു എനി സ്മോക്കിംഗ് ഓർ ആൽക്കഹോളിസം, ബട്ട് സ്റ്റിൽ what happened to me. ഇങ്ങനെയുള്ള ഭയങ്കര ഒന്നെങ്കിൽ ഗ്രിഫ് വേർഡ്സ് ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഫിയർ ആയിരിക്കും ഇതിനെക്കുറിച്ച് ഓർത്ത്. ഒരു മൊമെന്റ് കഴിയുമ്പോൾ ഇവരത് കരഞ്ഞിട്ട് പറയും, ഐ വുഡ് ബി ഹാപ്പി ടു ഡൈ വിതൗട്ട് സ്റ്റോമ. ദാറ്റ്സ് വാട്ട് അവർ ഫസ്റ്റ്
എക്സ്പ്രഷൻ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫസ്റ്റ് സെന്റൻസ് എന്തായാലും ഒരു 90% പേഷ്യൻസിന്റെ വായിൽ നിന്ന് വരുന്ന ഫസ്റ്റ് വേർഡ്സ് അതാണ്. Okay. That's quite understandable too, isn't it? That's where actually the stoma nurse stands then. അങ്ങനെ പറഞ്ഞ പേഷ്യൻസ് ലൈക്ക് അവർ പറയാണ് എനിക്ക് മരിച്ചാൽ മതി വിത്തൗട്ട് സ്റ്റോമ എന്ന് പറയുന്നവരെ നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് അവരെ ആ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക്കലി സ്റ്റോമ നഴ്സിന്റെ ജോലി. Okay. So do you think it's better to have stoma? അതായത് നിങ്ങൾ കൗൺസിലിംഗ് കൊടുത്ത് സ്റ്റോമ എന്നൊരു ഓപ്ഷൻ യെസ് ആക്കി എടുക്കുന്ന പേഷ്യൻസിന് അവര് കമ്പാരിറ്റീവ്ലി അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇത് വരുമോ, ഇംപ്രൂവ്മെന്റ്സ് വരുമോ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുമോ? ബേസിക്കലി സ്റ്റോമ എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിങ് സർജറിയാണ്. അതുകൊണ്ട് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ലിറ്റിൽ ബിറ്റ് ലൈഫ് മോഡിഫിക്കേഷൻസ് വേണം, ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ബിറ്റ് മോർ. ആ ലൈഫ് മോഡിഫിക്കേഷൻ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോമ കൊണ്ട് there's nothing to change. They can live normally as that is a normal human person. സ്റ്റോമ കൊണ്ട് അവർക്ക് ഒരു റെസ്ട്രിക്ഷൻസ് അവരുടെ ലൈഫിലില്ല. ദേ ക്യാൻ ഡു ഈവൻ ജിം, യോഗ, ഈവൻ പ്രഗ്നൻസി, ഹാവിങ് സെക്സ്, റിലേഷൻഷിപ്പ്, you can run marathon if you want. Okay, so basically ഒരു നോർമൽ പേഴ്സൺ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോമ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Okay. ഇപ്പൊ പറഞ്ഞല്ലോ ഈ സ്റ്റോമ കൊണ്ടുള്ള ഒരു ജേർണി ഭയങ്കര ഇമോഷണൽ ജേർണിയാണെന്ന്. അതെ. അപ്പോൾ ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് വന്നു, സോ പേഷ്യന്റിന് സ്റ്റോമ ഇടേണ്ടി വന്നു. സോ ഈ സ്റ്റോമ ഇട്ടതിന് ശേഷം പേഷ്യന്റ് കോൺഷ്യസ് ആകുമ്പോൾ സ്റ്റോമ വെച്ച് കാണുകയാണ് സ്വന്തം ശരീരത്തിനെ. സോ ആ ഒരു ഇമോഷണൽ ജേർണി അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് ഒന്ന് ഷെയർ ചെയ്യാമോ? അതും ഇതുപോലെ തന്നെ ഈ ഫസ്റ്റ് നമ്മൾ സ്റ്റോമ എന്ന് പേഷ്യനോട് പറയുന്ന ആ ഒരു ടൈമിലുണ്ടാകുന്ന അതേ സംവാട്ട് സിമിലർ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവര് ഫസ്റ്റ് ടൈം ഇവരുടെ സ്റ്റോമ കാണുമ്പോഴുണ്ടാവുന്നത്. അപ്പം അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ എക്സ്പീരിയൻസ് ആണ്. ഒബ്വിയസ്ലി നമ്മളൊരു പ്രോപ്പർ പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിങ്ങും സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കറിയാം എനിക്ക് ഐ എം ഗോയിങ് ടു ഹാവ് എ stoma, so they may be mentally prepared enough to have a stoma. In the counseling itself നമ്മൾ പേഷ്യൻസിനെ സ്റ്റോമ എങ്ങനെ ഇരിക്കുന്നത് നോർമൽ പിക്ചേഴ്സ് ഒക്കെ കാണിക്കും. പിന്നെ ഞാൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റോമയുടെ ആർട്ടിഫിഷ്യൽ സ്റ്റോമാസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസ് അവർ മെന്റലി പ്രിപ്പയർഡ് എനഫ് ആയിരിക്കും ഇപ്പം അവരുടെ കയ്യിൽ അവരുടെ ബോഡിയിൽ സ്റ്റോമ വരുന്നു എന്നുള്ളത്. ആൻഡ് വി ഓൾസോ ഗീവ് എ ട്രയൽ പാക്ക്. അപ്പോൾ അവർക്ക് തന്നെ സ്റ്റോമയുടെ ഒരു മിനിയേച്ചർ സ്റ്റോമ അവരുടെ ടമ്മിൽ തന്നെ വെച്ചുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു പ്രോപ്പർ പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിങ്ങിലൂടെ പോയവർക്ക് they would have no trauma, after surgery. അവർ ക്വയറ്റ് ഓക്കെ ആയിരിക്കും, ലിറ്റിൽ ബിറ്റ് ഫ്രൈറ്റൻഡ് ആയിരിക്കും, പക്ഷെ സ്റ്റിൽ they will be ready to take that challenge. പക്ഷേ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ എന്താണെന്ന് ചോദിച്ചാൽ അറ്റ് ദ ടൈം ബിക്കോസ് ഓഫ് ദെയർ ഇമോഷൻസ് ആൻഡ് ദർ ഗോയിങ് ഫോർ എ ബിഗ് സർജറി, ഫിയർ ഓഫ് സർജറി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഫാമിലി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മോസ്റ്റ് ഓഫ് ദം ദ ജസ്റ്റ് ഇഗ്നോർ അബൌട്ട് ദ സ്റ്റോമ ഈവൻ ദോ വി ഗീവ് ദി പ്രോപ്പർ കൗൺസിലിംഗ്. അപ്പോൾ അവർ ഇങ്ങനെ വേക്കപ്പ് ചെയ്ത് അവർ സ്റ്റോമ കാണുമ്പോൾ അവർ ആദ്യമേ തന്നെ ഫ്രൈറ്റൻഡ് ആയിരിക്കും. പിന്നെ ചില ആൾക്കാർ മേ ടേക്ക് 1 or 2 days to look at their own stoma. That's a very big challenge for us. We need to spend time with them. നമ്മളിങ്ങനെ സംസാരിച്ച് അവരെ പാമ്പർ ചെയ്ത് അവരെ വളരെ സ്ലോലിയാണ് നമ്മൾ അവരെ സ്റ്റോമ ഒന്ന് അറ്റ്ലീസ്റ്റ് നോക്കാനെങ്കിലും. സോ വി ഹാവ് മിറർ ജസ്റ്റ് ഷോ ടു ദം. എന്നിട്ട് അങ്ങനെ ടൈം എടുക്കും അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി. കുറച്ച് ആൾക്കാർ ഇവർ വെരി അഡമന്റ് ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ടു ടച്ച് ദെയർ സ്റ്റോമ. അങ്ങനെ വരുമ്പോൾ കുറേ കൂടി ഡിഫിക്കൽട്ടാണ് നമുക്ക്. നമ്മൾ അവരെ കുറേ അധികം കൗൺസിലിംഗ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫിയർ ഒക്കെ മാറ്റി, ഇപ്പം നമ്മൾ പറയും പതിയെ ടച്ച് ചെയ്ത് നോക്കൂ, വി ആർ ഹിയർ വിത്ത് യു, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തിക്കുക. സോ ദ സീയിങ് എ ഫസ്റ്റ് ടൈം ബൈ ദെയർ ഓൺ സ്റ്റോമ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ഫിയർഫുൾ സിറ്റുവേഷൻ. അപ്പോൾ അവരിങ്ങനെയുള്ള സ്റ്റേജിൽ കൂടെ ഒക്കെ കടന്നു പോകും. ദാറ്റ്സ് വാട്ട് വേർ വി സ്റ്റാൻഡ്. ഓക്കെ, സോ ഇതൊരു ലെങ്തി journey-ആണ്, ഒരു very long journey-ആണ്. Yes, true. And you guys play a really big role in that. Yes. Okay, that's we are really a life changer, we would say. It's great. ഇപ്പൊ നമ്മൾ സ്റ്റോമയുടെ പ്രീ പ്രൊസീജിയേഴ്സിനെ പറ്റി സംസാരിച്ചു, പ്രിപ്പറേഷനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ഒരു സ്റ്റോമ സർജറിക്ക് ശേഷം പേഷ്യൻസ് നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകുമോ?
അല്ലെങ്കിൽ ഒരു സ്റ്റോമ സർജറിക്ക് ശേഷം പേഷ്യൻസ് എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഈ ക്വസ്റ്റനിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റ് നോർമൽ ലൈഫിലേക്ക് എങ്ങനെ പോകും, അല്ലെങ്കിൽ അവരെങ്ങനെ ആ ജേർണിലേക്ക് എത്തിപ്പെടുന്നു, അതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഒരു 3 to 4 വീക്സ് എടുക്കും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, സർജറിയിൽ തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടൈമിലെല്ലാം ഈ സ്റ്റോമ നഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നമ്മളെ പേഷ്യൻസിനെ ഇതെങ്ങനെയാണ് ബാഗ് ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെ അവരുടെ സ്റ്റോമ ലുക്ക് ആഫ്റ്റർ ചെയ്യാം, ഇതെല്ലാം നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്ത് അവരെ ഏബിൾ ആക്കും, സെൽഫായിട്ട് ചെയ്യാനായിട്ട്, സെൽഫായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ ഏബിൾ ആക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൊളോസ്റ്റമിക്ക് ഡിഫറെൻറ്റ് കെയർ ആണ്, ഇലിയോസ്റ്റമിക്ക് ഡിഫറെൻറ്റ് കെയർ ആണ്. അപ്പോൾ ഇലിയോസ്റ്റമി ഉള്ള പേഷ്യൻസിന് ദ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഡീഹൈഡ്രേഷൻ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഹൈ ഔട്ട്പുട്ട് സ്റ്റോമസ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഔട്ട്പുട്ട് മാനേജ് ചെയ്യുന്നത്. പിന്നെ സം ഓഫ് ദ പേഷ്യൻസ് വി പ്രിസ്ക്രൈബ് ലോ പ്രൊമൈഡ് ടാബ്ലറ്റ്. സോ ആ ലോ പ്രൊമൈഡ് ടാബ്ലറ്റ് എങ്ങനെ എടുക്കാം, എപ്പോൾ എടുക്കാം, എങ്ങനെയൊക്കെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, ഫുഡ് ഡയറി എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡയറ്റ് മോഡിഫിക്കേഷൻസ് വേണം, ഇങ്ങനെയുള്ള കുറേയധികം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്. വി സേ ദാറ്റ് ഇറ്റ്സ് എ ടിപ്സ് ആൻഡ് ട്രിക്സ്. അതൊക്കെ നമ്മളിങ്ങനെ അവരോട് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അവരെ ഏബിൾ ആക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വിതിൻ വീക്ക് ഓഫ് ഡിസ്ചാർജ്, ലൈക്ക് 4 or 5 days, മേ ബി എ വീക്ക് ടൈം, ദേ വിൽ ബി ഇൻ ഹോസ്പിറ്റൽ. ആ സമയത്ത് നമ്മൾ അവരെ ഇതെല്ലാം ഇക്യുപ്പൈഡ് ആക്കും, എന്നിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യും. എന്നിട്ട് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും വി ഡു ഫോളോ അപ്സ്. അപ്പോൾ അതെല്ലാം അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്, ഐ വുഡ് സേ വിതിൻ 3 to 4 weeks of time they should go back to a normal life. ഓക്കെ. അപ്പോൾ പേഷ്യൻസിന് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചാൽ, ഒബ്വിയസ്ലി ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു 3 to 4 liters വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇലിയോസ്റ്റമി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അയാൾക്ക് 4 liters വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, അയാൾ ഒരു 4 can ബിയർ കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അയാൾക്ക് അത് കുടിക്കാൻ പറ്റില്ല, ബിക്കോസ് അയാൾക്ക് ഹൈ ഔട്ട്പുട്ട് സ്റ്റോമസ് ഉണ്ടാവും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. പിന്നെ നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ടമ്മി ഉറങ്ങുന്ന, അല്ലാതെ കമന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ആ സ്റ്റോമ വെച്ചുകൊണ്ട്, ഇപ്പം ഇലിയോസ്റ്റമി ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കമന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. പിന്നെ നിങ്ങളൊരു രാത്രി ഒരു 7 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ സ്റ്റോമ ബാഗ് നിറഞ്ഞ് ലീക്ക് ആവത്തില്ലേ. അപ്പം ഇടയ്ക്കൊന്ന് അലാറം വെച്ചിട്ട് എഴുന്നേൽക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് അവർ പറയുന്നത്. അതൊക്കെ നമ്മൾ അവരെ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസും ഒന്നും അവർക്ക് ഉണ്ടാവത്തില്ല. ദേ ക്യാൻ ലീഡ് നോർമൽ ലൈഫ്, ഐ വുഡ് സേ. ഓക്കെ. നമ്മുടെ നോർമൽ ലൈഫിന്റെ വളരെ സിഗ്നിഫിക്കന്റ് റോൾ വഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മാരേജ്, ഇന്റിമസി, അതുപോലത്തെ റിലേഷൻഷിപ്സ്, പ്രഗ്നൻസി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ആരും പൊതുവെ അങ്ങനെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആൾക്കാർക്ക് പൊതുവെ മടി ചോദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ, ഡിസ്കസ് ചെയ്യാനായിട്ട് മടിയുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ. അപ്പം സ്റ്റോമ ഉള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ നോർമലി സാധാരണ രീതിയിൽ തുടരാൻ സാധിക്കും? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഈവൻ സ്റ്റോമ പേഷ്യൻസ് പോലും തുറന്ന് സംസാരിക്കാത്ത ഒരു ടോപ്പിക്സ് ആണ് ഇതിനെ കുറിച്ചൊക്കെ. ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ, എ പേഴ്സൺ വിത്ത് സ്റ്റോമ ദേ ക്യാൻ ലീഡ് എ നോർമൽ ലൈഫ്. അവർക്ക് ഇന്റിമസിയും മാരേജും പ്രഗ്നൻസിയും എല്ലാം പോസിബിൾ ആണ്. എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ തന്നെ പേഷ്യൻസ് പ്രഗ്നൻസിയും മാരേജും ഒക്കെ ഗോ ത്രൂ ചെയ്തവരെ എനിക്കറിയാം. അപ്പോൾ നമ്മളൊക്കെ അവരുടെ ഈ ജേർണിയിലൊക്കെ അവരുടെ കൂടെയുണ്ട്. വി ഹാവ് മെനി പേഷ്യൻസ് ഹു ഗോൺ ത്രൂ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പം ഈ സ്റ്റോമ പേഷ്യൻസിന് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് വെൻ ദേ ആർ അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ് ലൈക്ക് സർജറിയും അല്ലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് സമയത്തിൽ ഇതൊന്നും അവരുടെ ഒരു മെയിൻ കൺസേണേ ആയിരിക്കത്തില്ല. ദേ ജസ്റ്റ് നീഡ് ടു കം ബാക്ക് ടു ദ നോർമൽ ലൈഫ്, റൈറ്റ്? അവർ ആ നോർമൽ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം വെൻ ദേ സ്റ്റാർട്ടഡ് ടു ലീവ് നോർമലി, അറ്റ് ദാറ്റ് ടൈമിലാണ് ഈ മാരേജ്, ഇൻറ്റിമസി, റിലേഷൻഷിപ്പ് ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ബീയിങ് എ സ്റ്റോമ നഴ്സ്, മൈ റോൾ നെവർ എൻഡ്സ്. ലൈക്ക് ആ സമയത്തും ദേ ക്യാൻ ടച്ച് ഇൻ വിത്ത് അസ്. അപ്പം അവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒബ്വിയസ്ലി ഒരു എംബാരസിങ് സിറ്റുവേഷൻ ആണല്ലോ. അപ്പം someone have a stool, അല്ലെ poo in the tummy, having a relationship with your partner. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആ പാർട്ട്ണർക്കും മേ ബി നീഡ് എ സപ്പോർട്ട്, റൈറ്റ്? അപ്പം
അത് അത് അവിടെയാണ് നമ്മളുടെ സാന്നിധ്യം. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, യുനോ കൗൺസിലിംഗ് കൊടുക്കുന്നു, രണ്ട് പാർട്ടീസിനെയും പ്രിപ്പയർ ചെയ്യുന്നു. ഈവൻ ഇഫ് ദേ വോണ്ട് ടു ഗോ ഫോർ മാരേജ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഒരു പഴയൊരു പേഷ്യൻസ്, വി ഹാവ് സപ്പോർട്ട് ഗ്രൂപ്പ്സ്. അപ്പം അതിൽ നിന്ന് തന്നെ സ്ട്രോമയുള്ളൊരു പേഷ്യൻ്റ് വേറെ സ്ട്രോമയുള്ള ഒരു പാർട്ട്ണറെ കണ്ടെത്തി, ദേ ഗോട്ട് മാരീഡ് ഈച്ച് അതർ ആൻഡ് ദേ ഹാവ് ചിൽഡ്രൻ. സോ അങ്ങനെ വണ്ടർഫുൾ ആയിട്ടുള്ള ജേർണി ജീവിക്കുന്നവരും ഉണ്ട്. സോ ഇതെല്ലാം സോ ഫ്രം വെയർ ദേ ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ് ടു ഹാവ് ദാറ്റ് റിലേഷൻഷിപ്പ്, ദാറ്റ്സ് വെയർ വി സ്റ്റാൻഡ്. അപ്പോൾ നമ്മളുടെ സപ്പോർട്ടും അങ്ങനത്തെ ലോട്ട് ഓഫ് ലിറ്ററേച്ചേഴ്സ് ഇപ്പോൾ ഉണ്ട്, അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയൊക്കെ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഐ വുഡ് സേ ദേ ജസ്റ്റ് നീഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് അറൗണ്ട് ടു സപ്പോർട്ട്. ഓക്കെ. പ്രഗ്നൻസിയെ പറ്റി കൂടുതൽ പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് സ്ട്രോമ എന്ന് പറയുന്ന സാധനം നമ്മുടെ വയറ്റിലിരിക്കുന്ന സംഭവമാണല്ലോ. അപ്പം ലൈക്ക് നോർമൽ സാധാരണ ഒരു മനുഷ്യൻ സ്ട്രോമ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കൺസേൺ ആയിരിക്കും ഈ പ്രഗ്നന്റ് ആവുമ്പോൾ വയറ് വീർക്കും, സ്ട്രോമ ഉണ്ട് അവിടെ, നോർമൽ ഡെലിവറി പറ്റുമോ, അങ്ങനെ കുറെ അവർക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും, അവർക്ക് കുറെ പേടി ഉണ്ടായിരിക്കും. അതൊന്നും അതിനെപ്പറ്റി കൂടുതലൊന്ന് പറയാമോ? പ്രഗ്നൻസി, ഈ നോർമൽ പ്രഗ്നൻസി പോലും നമ്മൾക്ക് ഇന്നത്തെ ജനറേഷന് ദർ ആർ ലോട്ട് ഓഫ് കൺസേണും സപ്പോർട്ട്സ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ സ്ട്രോമ പേഷ്യൻസ് അപ്പം ആരെങ്കിലും പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ഗൈനി ഡോക്ടേഴ്സ് നമ്മളടുത്ത് തന്നെ, മിഡ് വൈഫ് നമ്മളടുത്ത് റെഫറൻസ് വിടും, അല്ലെങ്കിൽ ഈ പേഷ്യൻസ് തന്നെ നമ്മളടുത്ത് റെഫറൻസ് വിടും. അപ്പം നമ്മൾ അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും മെന്റൽ സപ്പോർട്ടും ഒക്കെ കൊടുക്കും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആസ് യു മെൻഷൻഡ്, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ വയറ് വീർത്ത് വരും. ഒബ്വിയസ്ലി വയറ് വീർത്ത് വരുമ്പോൾ സ്ട്രോമയുടെ സൈസും ഷേപ്പിനും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകും. അപ്പം ദേ മേ നീഡ് എ ഡിഫറെന്റ് ബാഗ്. പഴയ ബാഗ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലാതെ വരും. അപ്പം നമ്മൾ വേറെ ഡിഫറെന്റ് ബാഗൊക്കെ കൊടുക്കും. ഇപ്പം അബ്ഡോമിനൽ, അപ്പം അതുപോലെ തന്നെ അബ്ഡോമിനൽ ബൈൻഡേഴ്സ് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോമ, ബിക്കോസ് ഇപ്പൊ പ്രഗ്നൻസിയിൽ വയറിങ്ങനെ വീർത്ത് വരുമ്പോൾ അബ്ഡോമിനൽ പ്രഷർ കൂടുമല്ലോ. അപ്പം സം പേഷ്യൻസിന് ഇങ്ങനെ സ്ട്രോമ ഇങ്ങനെ പ്രൊലാപ്സ് ആയി താഴെ പോകാൻ സാധ്യതയുണ്ട്. സം ഓഫ് ദമ്മിന് ഇങ്ങനെ ബൾജിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഐ ഹവ് സീൻ മെനി പേഷ്യൻസ് വിത്ത് ദീസ് കോംപ്ലിക്കേഷൻസ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബെൽറ്റ് കൊടുക്കാൻ പറ്റും. ഈ മറ്റേണിറ്റി ബെൽറ്റ് ജസ്റ്റ് അബ്ഡോമിൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സ്ട്രോമ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള, അതൊക്കെ നമ്മൾ സ്വയം ഡിസൈഡ് ചെയ്യാൻ പാടില്ല. വി നീഡ് ടു ഗെറ്റ് ദ സപ്പോർട്ട് ഫ്രം ദ സ്ട്രോമ നേഴ്സ്. അപ്പോൾ പിന്നെ മോസ്റ്റ്ലി കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രോമ പൗച്ചസ് അതൊക്കെ കൊടുക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ്. പിന്നെ ഒബ്വിയസ്ലി വി ഓൾവേസ് ലൈസ് വിത്ത് ഗൈനക്കോളജി കൺസൾട്ടന്റ്. അപ്പോൾ അവർക്ക് നോർമൽ ഡെലിവറി ആണെങ്കിലും ഈവൻ സിസേറിയൻ ആണെങ്കിലും ദേ കുഡ് ഗോ ഫോർ ദാറ്റ്. ഇപ്പം നമ്മൾ അവരോട് മോസ്റ്റ്ലി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രഗ്നന്റ് ആണെങ്കിൽ വെൻ ദേ ലാഫ് ഓർ കോഫ് ദേ ജസ്റ്റ് ഹോൾഡ് ദി സ്റ്റോമ. അപ്പം പ്രൊലാപ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർ ലൈ ഡൗൺ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി should not be lie down on the stoma side, just on the opposite side. When you wake up, we always support them to give little bit of exercise to improve the abdominal muscles strength. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഒബ്വിയസ്ലി പ്രഗ്നൻസി can always go for pregnancy. ഓക്കെ. സ്ട്രോമ പേഷ്യൻസിന് ട്രാവൽ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഹോളിഡേ പ്ലാൻ ചെയ്യുന്നതിനും ഒക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അല്ലെങ്കിൽ അവർ ഹോളിഡേ പോകുമ്പോൾ അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് വിത്ത് സ്ട്രോമ? ഓക്കെ. അപ്പം ഹോളിഡേസിനെ കുറിച്ചാണ്, ഹോളിഡേ എങ്ങനെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് സ്ട്രോമ പേഷ്യൻസിന് ഹോളിഡേ പ്ലാൻ ചെയ്യുമ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നല്ലേ ക്വസ്റ്റ്യൻസ്. ഒബ്വിയസ്ലി ബീങ് എ സ്ട്രോമ പേഷ്യന്റ് അല്ലെങ്കിൽ സ്ട്രോമ പേഴ്സൺ, അവർക്ക് ഏത് ഹോളിഡേ വേണമെങ്കിലും പോകാം. ദേ ക്യാൻ ട്രാവൽ ബൈ എയറോ അല്ലെങ്കിൽ ഷിപ്പോ, ഏത് തരത്തിൽ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഒരു ഒബ്ജക്ഷൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഓൾവേസ് വെൻ ദേ ഗോ ഫോർ ഹോളിഡേ അബ്രോഡ് നമ്മളൊരു സ്ട്രോമ പാസ്പോർട്ട് ഒക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പം അവർക്കത് ഈസി ആക്സസ് ടു ദ ടോയ്ലറ്റ്, അങ്ങനെയുള്ള സപ്പോർട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹോളിഡേക്ക് പോകുമ്പോൾ ഒരു ഹോളിഡേ പാസ്പോർട്ട് ഒക്കെ കൊടുത്തു വിടാറുണ്ട്. പിന്നെ നമ്മൾ മോസ്റ്റായിട്ട് സ്ട്രോമ പേഷ്യൻസിനോട് നമ്മൾ പറയുന്ന അഡ്വൈസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഹോളിഡേക്ക് പോകുമ്പോൾ ഇനഫ് ബാഗ്സ് ഒക്കെ ക്യാരി ചെയ്യുക. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ഒന്ന് വെരി കെയർഫുൾ ആയിട്ട് കഴിക്കുക. സംടൈംസ് ഇഫ് യു ഗെറ്റ് ബഗ്, നോർമൽ നമുക്ക് ഡയറിയ അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻസ് ഫുഡ് പോയ്സൺസ് ഒക്കെ ഉണ്ടായാൽ യു നീഡ് ടു എംപ്റ്റി ദ ബാഗ് മെനി ടൈംസ്, റൈറ്റ്?
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ പ്രീ കട്ട് ബാഗ്സ് കൊണ്ടുപോവുക, സിസേഴ്സ് ഒക്കെ മറ്റേ ലഗേജ് കയറ്റി വിടുക, അങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള അഡ്വൈസസ് ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ മോസ്റ്റ്ലി പേഷ്യൻസിനോട് പറയുന്നത് വെൻ യു ഡ്രിങ്ക് ദ വാട്ടർ ഫ്രം ഔട്ട് സൈഡ്, ഇഫ് യു ഗോയിങ് ഫോർ എബ്രോഡ് കുറച്ച് കെയർഫുൾ ആയിട്ട്, അതായത് നിങ്ങൾക്ക് മോസ്റ്റ്ലി നിങ്ങൾ പറയുന്നത് ഡയറിയ ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നോർമൽ ആൾക്കാർക്കുള്ളത് പോലെ തന്നെ. അത്രേ ഉള്ളൂ. സ്റ്റോമ പേഷ്യൻസ് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആൻഡ് ഇഫ് യു ടേക്ക് എനി ഇൻഷുറൻസ് ഓർ യു ഹാവ് ടു ഡിക്ലെയർ ഇറ്റ് യു ഹാവ് എ സ്റ്റോമ, അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ. Yeah, the only important thing is that you have to carry your supplies with you. സ്റ്റോമ സർജറി കഴിഞ്ഞിട്ട് നോർമൽ വർക്ക് ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അതുപോലെ സ്റ്റോമ സർജറിക്ക് ശേഷം സാധാരണ റിക്കവറി ടൈം ലൈൻ എങ്ങനെയാണ്? ഒരു സർജറിയുടെ പോസ്റ്റ് സർജറി റിക്കവറി എങ്ങനെയാണ്? അത് ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസും ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ അവർ സർജറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നോർമലി നമ്മൾ പറയുന്ന ഒരു 3 to 6 months 3 months to 6 months ടൈമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോമ ഇടുന്നതിന് ഒരു റീസൺ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ആ പേഷ്യൻ്റ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടാണ് സ്റ്റോമ ഇടുന്നതെങ്കിൽ മോസ്റ്റ്ലി അവർക്കൊരു 3 to 6 months ടൈം വേണമല്ലോ ആ ബിഗ് സർജറി എന്നൊക്കെ റിക്കവർ ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ നോർമലി പറയുന്നത് ഒരു 6 months ടൈം എന്ന്. പിന്നെ വിത്ത് സ്റ്റോമ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയാൾ ഒരു ചുമട്ട് തൊഴിലാളിയാണ്, ദേ ഹാവ് ടു പുൾ ലൈക്ക് 70 kg വെയിറ്റ് ഒക്കെ ഉള്ള ബാഗൊക്കെ എടുത്ത് പുള്ള് ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പറയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ജോലിക്ക് പോയാൽ മതി. ആൻഡ് ഒബ്വിയസ്ലി ഐ ഡോണ്ട് തിങ്ക് സോ വിത്ത് സ്റ്റോമ അങ്ങനെയുള്ള ജോലി അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അതാണ് ഈ ജോലി എന്നുള്ളത്. ബാക്കി നോർമലായിട്ടുള്ള എല്ലാ ജോലീസും അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു മിനിമം 2.5 kg കൂടുതൽ അല്ലെങ്കിൽ ഒരു 3-4 kg കൂടുതൽ അവർക്ക് ഇങ്ങനെ താഴ്ത്തുനിന്ന് എടുക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ നീഡ് വേറെ ലെവൽ 3 സപ്പോർട്ട് ബെൽറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ഒത്തിരി വെയിറ്റ് പൊക്കുന്ന ജോലികളൊന്നും ചെയ്യാൻ അവർ അഡ്വൈസ് ചെയ്യാറില്ല. ബിക്കോസ് ഈ പ്രൊലാപ്സും അല്ലെങ്കിൽ ഹെർണിയ ഒക്കെ ഡെവലപ്പ് ചെയ്യും, പാരസ്റ്റോമൽ ഹെർണിയ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്ന അങ്ങനെയുള്ള ജോലികൾക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. ബാക്കി ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ജോലികളും അവർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ റിക്കവറി പീരീഡിൽ തന്നെ നമ്മൾ എല്ലാ പേഷ്യൻസിനോടും ഒരു ലെവൽ 3 സപ്പോർട്ട് ബെൽറ്റ് ഇടാൻ പറയും. പിന്നെ ഒരു പോസ്റ്റ് ഓഫ് റിക്കവറി ടൈം കഴിഞ്ഞ് ഈ ലെവൽ 3 സപ്പോർട്ട് ബെൽറ്റിനോടൊപ്പം തന്നെ അവരോട് അബ്ഡോമൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇതൊക്കെ ചെയ്ത് അവരുടെ അബ്ഡോമൽ മസിൽ സ്ട്രെങ്തൻസ് ആയി കഴിഞ്ഞതിന് ശേഷം they can go back to the normal. ഓക്കെ. അപ്പോ സാധാരണ ഒരു സർജറിയുടെ റിക്കവറി ടൈം ലൈൻ എങ്ങനെയാണ്? Mostly 4 to 6 weeks. ഓക്കെ. If it is that is also depends upon what surgery it is. For example, ഒരു APR പോലത്തെ ഒരു ബിഗ് സർജറി ഒക്കെ ആണെങ്കിൽ, APR എന്ന് പറഞ്ഞാൽ ഏനസും റെക്റ്റും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പെർമനന്റ് കൊളോസ്റ്റോമി ചെയ്യുന്ന ഒരു ബിഗ് സർജറി ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈം പീരീഡ് കുറച്ച് കൂടുതൽ ടൈം എടുക്കും റിക്കവർ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആന്റീരിയർ റിസെക്ഷൻ എന്നൊക്കെ പറയുന്ന ചെറിയ സർജറി വിത്ത് ഡൈവേർഷൻ സ്റ്റോമയൊക്കെ ചെയ്യുന്ന സർജറി ആണെങ്കിൽ ക്വൈറ്റ് ഈസി. പിന്നെ ഒബ്വിയസ്ലി അതർ കോമോർബിഡിറ്റീസ്, ഇപ്പോൾ ഒരു ഒബേസ് ആയിട്ടുള്ള പേഷ്യന്റ് മേ ബി ഒരു 60 years ആയിട്ടുള്ള ആളും ഒരു 40 years ആളും റിക്കവർ ചെയ്യുന്ന ഡിഫറെന്റ് വെയിലല്ലേ. പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ചേഞ്ചസ്, ഐ വുഡ് സേ. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് അഡൽട്ടിന്റെ സ്റ്റോമേനെ പറ്റിയാണ്. നിയോനേറ്റൽ സ്റ്റോമസ് അല്ലെങ്കിൽ ബേബീസിന് ഉള്ള സ്റ്റോമേനെ പറ്റി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. ബിക്കോസ് ആസ് എ നിയോനേറ്റൽ നേഴ്സ് ഞാൻ ഒത്തിരി ബേബീസിന് സ്റ്റോമ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരൻസ് ഒത്തിരി കൺസേൺഡ് ആണ്. ബിക്കോസ് അവർ 9 മാസം കാത്തിരുന്ന് കിട്ടിയൊരു കുഞ്ഞ് അവർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോമ സർജറിയിലേക്ക് പോകുന്നു. അത്ര ഇച്ചിരി ഇല്ലാത്തൊരു കുട്ടിയുടെ മേത്ത് അത്ര വലിയൊരു സ്റ്റോമ ബാഗ് വെച്ച് കഴിഞ്ഞു. അപ്പൊ അത് വലിയൊരു കൺസേൺ ആണ്. ഒത്തിരി കൺസേണിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ബേബീസിനുള്ള സ്റ്റോമനെ പറ്റി അധികാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് വളരെ ചുരുക്കി ഒന്ന് പറയാമോ? I think that question comes from you being a neonatal nurse. അത് നിങ്ങളുടെ ഒരു കൺസേൺ തന്നെയാണ്. ഇപ്പോൾ ഒരു പീഡിയാട്രിക് സ്റ്റോമ അല്ലെങ്കിൽ നിയോനറ്റൽ സ്റ്റോമ എന്ന് പറയുന്ന ഒരു അനദർ വാസ്റ്റ് വേൾഡ് ഓഫ് നോളജ് വേണ്ട ഒരു ഏരിയ ആണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ബോത്ത് സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഐ വുഡ് ബി ഹാപ്പി ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ഒരു വലിയ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു എപ്പിസോഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ ചെറുതായിട്ട് പറയാണ്, പീഡിയാട്രിക് അല്ലെങ്കിൽ നിയോനറ്റൽ സ്റ്റോമാസ് ഉണ്ട്. അത് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആ ചിൽഡ്രൻ അങ്ങനെ സ്റ്റോമാസ് ഉണ്ടാവാനായിട്ട് അതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ആണ്. മോസ്റ്റ്ലി ബിക്കോസ് അവിടെ പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. കാരണം അവരിപ്പം മേ ബി അവർ പ്രീടേം ബേബീസ് ആയിരിക്കാം,
അപ്പോൾ അവർക്ക് പേരൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കെയർ ആണല്ലോ അവിടെ വരുന്നത്. അതുകൊണ്ട് അതൊരു വാസ്റ്റ് ഏരിയ ആണ്. അതിനകത്ത് റിയലി സ്റ്റോമ നേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് മെയിൻലി. നമുക്കതിനെക്കുറിച്ച് വേറൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സ്റ്റോമ ഇപ്പോൾ ഉള്ളവർക്ക് മാം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു അഡ്വൈസ് എന്താന്ന് പറയും? അതിന് എനിക്കൊരു സിംഗിൾ സെന്റൻസിൽ ആൻസർ പറയാൻ പറ്റും. സ്റ്റോമ ഇസ് നോട്ട് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്. With a confidence, with proper guidance, with proper support, you can lead a normal life. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ള അഡ്വൈസ്. ഓ താങ്ക് യു സോ മച്ച്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈനായിട്ട് എനിക്ക് തോന്നി. സ്റ്റോമ സർജറി നേരിടാൻ പോകുന്ന ഒരാൾ ഇന്നിപ്പോൾ ഈ ഇന്റർവ്യൂ, നമ്മുടെ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് റിയഷ്യൂറിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാം. ഐ എം വെരി ഹാപ്പി ടു ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു സ്റ്റോമ സർജറി നേരിടാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഐ വുഡ് സേ കീപ് യുവർ ഫിയർ അവേ. നിങ്ങളുടെ പേടി മാറ്റി വെച്ചിട്ട് നിങ്ങൾ വാട്ട് എവർ ക്വസ്റ്റ്യൻസ് കംസ് ഇൻ ടു യുവർ മൈൻഡ്, ഈവൻ ദോ യു ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഫൂളിഷ് ക്വസ്റ്റ്യൻ, നിങ്ങൾ നിങ്ങളുടെ സ്റ്റോമ നേഴ്സിനോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രീ ഓപ്പറേറ്റീവ് കൗൺസിലിംഗ് എടുക്കുക സ്റ്റോമ നേഴ്സിൽ നിന്ന്. എന്നിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് ധൈര്യപൂർവ്വം നിങ്ങൾ സർജറിക്ക് പോവുക. അതാണ് എൻ്റെ അഡ്വൈസ് ഉള്ളത്. ഒരിക്കലും സോഷ്യൽ മീഡിയയിലോ ടിക്ടോക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ ഉള്ള വീഡിയോസ് കണ്ടിട്ട് സ്വയം പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ഗൂഗിളിലൊക്കെ കുറേയധികം വായിച്ച്, ബിക്കോസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോമാസ് ആൻഡ് പേഴ്സൺ ടു പേഴ്സൺ ഓൾ എവറിത്തിങ് ചേഞ്ചസ്. അപ്പം ഒരുപക്ഷെ നിങ്ങൾ വായിക്കുന്ന ആ ടോപ്പിക് ഒരുപക്ഷെ നിങ്ങൾക്ക് റിലവൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് സ്റ്റോമ നേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന കാര്യമല്ലാതെ നിങ്ങൾ റീഡ് ചെയ്യേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ഫിയർ ആക്കാതെ ധൈര്യപൂർവ്വം സർജറിക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. ആൻഡ് മോർ ഓവർ, നിങ്ങൾക്ക് എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി ടു സപ്പോർട്ട്. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ത്രൂ ദ കമൻറ്റ്സ്. ഐ വിൽ സപ്പോർട്ട് യു. Thank you so much for the reassurance, ma'am. Last question. സ്റ്റോമ പേഷ്യൻസിൻ്റെ ഒത്തിരി സപ്പോർട്ടും ഒത്തിരി കൗൺസിലിങ്ങും ഒക്കെ UK NHS ത്രൂ അവൈലബിൾ ആണ്. സ്റ്റോമ ഇവിടെ ഉള്ള അത്രയും സ്റ്റോമ പേഷ്യൻസ് നാട്ടിലുണ്ടോ? ഒരു റേഷ്യോ പറയുവാണെങ്കിൽ എന്തോരം ഉണ്ടാവും? നമ്മുടെ നാട്ടിലുള്ള പോപ്പുലേഷനിൽ എത്ര ശതമാനം ആൾക്കാർക്ക് സ്റ്റോമ ഉണ്ട്? അതുപോലെ തന്നെ നാട്ടിലെ ആൾക്കാർക്ക് ഇവിടെ കിട്ടുന്ന അത്രയും സപ്പോർട്ട് സിസ്റ്റം നാട്ടിലുള്ളവർക്കുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ UK യിൽ ഓൾമോസ്റ്റ് അറൌണ്ട് 250,000 സ്റ്റോമ പേഷ്യൻസോളം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ മോർ ദാൻ 3 lakh സ്റ്റോമ പേഷ്യൻസ് ഉണ്ട്. ആൻഡ് മോർ ഓവർ ഒരു വർഷം വളരെയധികം മേ ബി അറൌണ്ട് 50-60 or maybe an 85,000 of people having a stoma surgery. അപ്പോൾ സ്റ്റോമ എന്ന് പറയുന്നത് കമ്പയർഡ് ടു UK, ഇന്ത്യയിലും ഓൾമോസ്റ്റ് ഈക്വലന്റ് അല്ലെങ്കിൽ അതിലും കൂടുതലുണ്ടെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം പോപ്പുലേഷൻസ് കൂടുതലാണല്ലോ. പിന്നെ UK ആസ് യു മെൻഷൻഡ് ത്രൂ NHSും അതുപോലെ തന്നെ വളരെയധികം ചാരിറ്റി ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻ ത്രൂവും പിന്നെ കമ്പനി സപ്പോർട്ട്സ് ത്രൂവും വളരെയധികം സപ്പോർട്ട് സിസ്റ്റവും പ്രോപ്പർ ഫോളോ അപ്പും സ്റ്റോമ കെയർ നഴ്സസിന്റെ സപ്പോർട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഈവൻ ഇൻ UK പ്രൊഡക്ട്സ് ആർ ഓൾസോ ഫ്രീ ത്രൂ ദ NHS. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കാര്യം ഈസ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഹൗ മെനി സ്റ്റോമ നഴ്സസ് ഇൻ ഇന്ത്യ ഫോർ ഹോൾ ദ പോപ്പുലേഷൻ. ഞാൻ തന്നെ എനിക്കറിയാവുന്ന തന്നെ വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റോമ നഴ്സസിനെ കുറിച്ചാണ്. അപ്പോൾ ഐ എം ഡാം ഷുവർ ദാറ്റ് ദർ ഇസ് നോ ആസ് മച്ച് സപ്പോർട്ട്സ് അവൈലബിൾ. അതുപോലെ തന്നെ ഇവിടെ പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്. പക്ഷേ അവിടെ പിയർ ഗ്രൂപ്പ്സും സ്റ്റോമ ഓർഗനൈസേഷൻസ് ഒക്കെ വളരെ കുറവാണ്. That's what where we need to think on. And my thought process is like that. If everyone can hold their hands together, we could do something better for our country. Thank you, Deepa, for your valuable insights. We hope that this conversation has helped you clear some of your doubts and myths. ഓർക്കുക, സ്റ്റോമ ജീവിതത്തിന്റെ അവസാനമല്ല, മറ്റൊരു തുടക്കം മാത്രമാണ്. വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.